സമയക്കുറവുള്ളത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കല്ല. അപ്പൊ ആളുകളൊക്കെ പറഞ്ഞു, ഒരു പ്ലേഗ് പിടിച്ച് നായയെ നോക്കാൻ വേണ്ടി അങ്ങ് ഇത്രയും സമയം ചെലവഴിച്ചത് ശരിയായില്ല. കാരണം ഒരു വലിയ പണ്ഡിത സദസ്സ് കാത്തിരിപ്പാണ്. വിദൂര ദേശങ്ങളിൽ നിന്നും ദിക്കിൽ നിന്നും അവിടുത്തെ കാണാനും ദുആ ചെയ്യിപ്പിക്കാനും ശിഫാ തേടിയും വന്ന ആളുകള് മറുഭാഗത്ത് കാത്തിരിപ്പാണ്. ശൈഖ് അവറുകളോ ഈ വിലപ്പെട്ട സമയം ഉപയോഗിച്ചിട്ട് ഒരു പേഗ് പിടിച്ച് ചാകാനായ പട്ടിയെ ശുശ്രൂഷിക്കുകയാണ്. സുബ്ഹാന ജല്ല വഅല. അപ്പൊ ആളുകൾ പറഞ്ഞു, അങ്ങനെ ചെയ്തത് സമയം ഇതിന് ചെലവാക്കിയത് ശരിയായില്ലെന്ന് പറഞ്ഞു. ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ വസൽതു ഇലാ ഹാദിഹിൽ മഖാമി ബികസറത്തി സ്വലാത്തിൻ വലാ ബിസിയാം. നിങ്ങളൊക്കെ ബഹുമാനിക്കുന്ന ഈ മഖാമിൽ ഞാൻ എത്തിയത്, സുൽത്താനുൽ ആരിഫീൻ എന്ന് നിങ്ങൾ വിളിക്കുന്ന സ്ഥാനത്തേക്ക് ഞാൻ എത്താൻ കാരണം അമിതമായ നിസ്കാരമല്ല, എല്ലാ സമയത്തുമുള്ള പ്രാർത്ഥന കൊണ്ടല്ല, എല്ലാ സമയത്തുമുള്ള ഇബാദത്ത് കൊണ്ടല്ല. മാ വസൽതു ഇലാ ഹാദിഹിൽ മഖാമി ബികസറത്തി സ്വലാത്തിൻ വലാ ബിസിയാം. മറിച്ച് അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ അടിമകളോടും എനിക്ക് ഉണ്ടായ ഖുദൂ കൊണ്ടാണ്, ഖുശൂ കൊണ്ടാണ്, വിനയം കൊണ്ടാണ് ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആത്മീയമായ വളർച്ചയുടെ പ്രധാന ഘടകം മനുഷ്യനുണ്ടാവേണ്ട വിനയാണ്. ഖുർആനിൽ അഹങ്കാരത്തിന്റെ എന്തെങ്കിലും ഒരു കണിക ശേഷിക്കുന്നവരെ മുഴുവനും അല്ലാഹു വിമർശിച്ചിട്ടുണ്ട്. കിബറുള്ളവൻ സ്വർഗത്തിൽ കടക്കില്ല എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ അടിസ്ഥാന ശുദ്ധീകരണം തന്നെ തുടങ്ങുന്നത് അവനിൽ നിന്ന് കിബറും റുജുബും റിയാഉം സുമത്തും നീക്കം ചെയ്യപ്പെടുമ്പോഴാണ്. അപ്പോഴതൊരു മനുഷ്യന് പറയാൻ പറ്റുള്ളൂ, മനുഷ്യനെന്ന് പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ നീക്കം ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. കുറെ മോശപ്പെട്ട സ്വഭാവങ്ങളെ നീക്കം ചെയ്യുമ്പോൾ അയാളെ മനുഷ്യനെന്ന് പറയാം. തേങ്ങയെ ഒരാളും വെളിച്ചെണ്ണ എന്ന് വിളിക്കാറില്ല. അത് ഒരുപാട് സംസ്കരണത്തിന് വിധേയമാകുമ്പോഴാണ് വെളിച്ചെണ്ണാവുക. അതിൽ വീണ്ടും ചില മരുന്നുകൾ ചേർക്കുമ്പോഴാ അത് ഒരു വലിയ നിനാദി ഉണ്ടെങ്കിലും ആവുക. തേങ്ങ തേച്ചാൽ വെളിച്ചെണ്ണ തേച്ച ഗുണം കിട്ടില്ല, വെളിച്ചെണ്ണ തേച്ചാൽ അതിൽ മരുന്ന് ചേർത്തതിന്റെ ഗുണം കിട്ടില്ല. സംസ്കരണത്തിനും സംസ്കരണം കഴിഞ്ഞിട്ട് അതിലേക്ക് ചേർക്കപ്പെടുന്നതായ ചേരുവകളും അനുസരിച്ചാണ് മാറ്റമുണ്ടാവുക. അള്ളാഹു നമ്മളോട് ഏറ്റവും റഹ്മത്ത് ചെയ്യുമാറാവട്ടെ. നമ്മൾ തങ്ങളുണ്ട്, അതുപോലെ അംസുസ്താദുണ്ട്, ഇങ്ങനെ ഒരുപാട് വലിയ വലിയ ആളുകൾ നമ്മുടെ ഈ സദസ്സിലുണ്ട്. ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല. സൂഫിസവും മശായിഖന്മാരും നമ്മളെ പഠിപ്പിച്ച ആശയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ലോകവീക്ഷണം ആ വിഷയത്തിലുണ്ട്. അള്ളാഹുവിന്റെ ആരിഫീങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം പഠിക്കുമ്പോൾ എല്ലാറ്റിനും അവർക്കൊരു വീക്ഷണമുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയാ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നോക്കൂ നിങ്ങൾ. അതൊരു അറിയപ്പെടാത്ത ഇന്ത്യയായിരുന്നു. പട്ടിണി കിടക്കുന്നവരുടെ, പ്രയാസമനുഭവിക്കുന്നവരുടെ ആശാകേന്ദ്രമാണ് ഇന്നും അജ്മീർ. മാരകമായ രോഗം നോക്കിക്കോ. ഓരോ കാലഘട്ടത്തിലും മനുഷ്യന് ഭീഷണിയായ രോഗം വന്നപ്പോ അതിനൊക്കെ താങ്ങും തണലുമായി നിന്നത് അള്ളാഹുവിന്റെ ആരിഫീങ്ങളാണ്. മനുഷ്യന് ഏറ്റവും അധികം ഇപ്പൊ നമ്മുടെ മശായിഖന്മാരുടെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ, കുറ്റം പറഞ്ഞിട്ടാണ് കഴിച്ചിലാകാൻ പറ്റൂലെന്ന്. ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ സാനി ബാലാബത്തനി റളിയല്ലാഹു അൻഹു നമ്മുടെ മശായിഖാണ്. അവിടുത്തെ നേരെ മകൻ ബഹുമാനപ്പെട്ട ഷെയ്ഖ് നൂറുദ്ദീനുൽ ഹമദാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുന്ന് മറവ് ചെയ്യപ്പെട്ടത് ശാരീഅത്താണ്. തൊലിരോഗ ചികിത്സയിൽ അതിവിദഗ്ധനാണ്. കാരണം അന്ന് ആളുകൾക്ക് ബാധിച്ചിരുന്നത് പ്ലേഗാണ്. അങ്ങനത്തെ വലിയ മുറിയാണ്. ആളുകൾ ഇങ്ങനെ മരിച്ചു വീഴാൻ. അതിന്റെ പരിഹാരം ബഹുമാനപ്പെട്ട ഷെയ്ഖ് നൂറുദ്ദീനുൽ ഹമദാനി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ട്. പ്ലേഗ് ചികിത്സയിൽ അതിവിദഗ്ധനായിരുന്നു അവിടുന്ന്. അതേപോലെ തന്നെ നോക്കൂ നിങ്ങൾ, ഖുതുബുസ്സമാന സയ്യിദ് അൽ-അബിയൽ മംറൂറി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ചരിത്രം പരിശോധിച്ചാൽ കാണാം, വയറ് രോഗ ചികിത്സയിൽ അതിവിദഗ്ധന. ഇന്നും വയറുവേദന ഉള്ളവര് മമ്പുറത്തേക്ക് തീർച്ചയാക്കലാണ് പഞ്ചാര, അല്ലെ? ആണ്. നോക്കൂ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ ജീവിച്ചത് മനുഷ്യ വംശത്തിന് അനുഗ്രഹല്ലേ. അതിന്റെ ഗുണഭോക്താക്കൾ, അവർ പറഞ്ഞെന്ന അറിവിന്റെ ഗുണഭോക്താക്കൾ എല്ലാവരും അള്ളാന്റെ ഔലിയാക്കന്മാരെ അംഗീകരിക്കുന്നവരെന്നല്ല, മുസ്ലിമും കൂടിയല്ല. ഇപ്പോഴും ആ അറിവ് പ്രചരിക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും ആ ശിഷ്യ പരമ്പരകൾ ആ മരുന്ന് ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഇവരൊക്കെ അള്ളാന്റെ ഔലിയാക്കന്മാരെ അംഗീകരിക്കുന്നവരാ, അല്ലെങ്കിൽ നമ്മുടെ മശായിഖിലെ മുരീദന്മാരാ? അല്ല. ഒരു വേള അവർ ആത്മശക്തിയുടെ ഗുണഭോക്താക്കളായി മറുപക്ഷത്ത് നിൽക്കുന്നവരും ഉണ്ടാകാറുണ്ട്.
അള്ളാഹു അവർക്ക് അതേ വിധിച്ചിട്ടുള്ളൂ. അവർക്ക് അതേ വിധിച്ചിട്ടുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാനാകും? അള്ളാഹു ഒരിക്കലും മുജ്രിമീങ്ങളിലേക്ക് അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളെ വിട്ടുകൊടുക്കൂല. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, അള്ളാഹുവിന്റെ ഒരു വലിയനെതിരായി നമ്മൾ നിന്നാൽ അതിനർത്ഥം നമുക്കെന്തോ തിരുത്താനാവാത്ത തെറ്റ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരിക്കലും അള്ളാഹുവിന്റെ ആരിഫീങ്ങളെ അള്ളാഹു മുജ്രിമീങ്ങളിലേക്ക്, ദോഷികളിലേക്ക് വിട്ടുകൊടുക്കൂല. അവരെ തൊട്ട് അള്ളാഹു മറയിടും. ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി പറയുന്നുണ്ട്, വൽ അറായിസു മഹ്ജൂബൂന അനിൽ മുജ്രിമീൻ. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അക്രമികളെ തൊട്ട് അള്ളാഹു മറയിട്ടവരാണ്, തടഞ്ഞവരാണ്. ഒരിക്കലും അവർക്ക് പരസ്പരം സന്ധിക്കാൻ സാധിക്കില്ല. അറായിസുൽ വജൂദാൻ. അവരെ ഒരിക്കലും അള്ളാഹു എല്ലാവർക്കും വിട്ടുകൊടുക്കൂല. അപ്പൊ അള്ളാഹുവിന്റെ ഔദാര്യമാണ്, അള്ളാഹു നൽകിയ വല്ലാത്ത അനുഗ്രഹമാണ് പാവപ്പെട്ട നമുക്ക് മശായിഖന്മാരെ സ്നേഹിക്കാൻ കഴിഞ്ഞത്. അത് നമ്മൾ സുന്നത്ത് ജമാഅത്തിലായതിന്റെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനനുസരിച്ച് ജീവിക്കാൻ കഴിഞ്ഞതിന്റെ, അള്ളാഹുവിന്റെ ഖുർആനിനെ സ്വീകരിച്ചതിന്റെ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെച്ചതിന്റെ, അവിടുത്തെ സുന്നത്തിനെ ഇത്തിബാഅ് ചെയ്യാനുള്ള അഭിവാഞ്ചനയെ നമ്മുടെ മനസ്സിലെ വിശുദ്ധമായ സ്വപ്നമായി സൂക്ഷിച്ചതിന്റെ പ്രതിഫലമായി അള്ളാഹു നമുക്ക് നൽകിയതാണ് ഇത്തരം സദസ്സുകളും മഹാന്മാരായ മശായിഖന്മാരും. അള്ളാഹു നമുക്ക് നൽകിയ ഭൗതിക ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പാവപ്പെട്ട നമ്മളോട് നമ്മുടെ ഉടമസ്ഥൻ ചെയ്ത ഏറ്റവും വലിയ എടുത്തു പറയാവുന്ന അനുഗ്രഹമാണ് അള്ളാഹു സ്നേഹിച്ചവരേക്ക് നമ്മളെ എത്തിച്ചത്, അവരെ തർബീയത്ത് നമുക്ക് നൽകിയത്, അവിടുത്തെ അവരുടെ തർബീയത്ത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചത്. സയ്യിദുനാ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ ഇത്തിബാഅ് ചെയ്യാൻ പറഞ്ഞത്. തസൂഫിലെ പ്രധാന കാര്യത സുന്നത്തിനെ ഇത്തിബാഅ് ചെയ്യലാണ്. എവിടെ ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂമിൽ മഅബരി റളിയല്ലാഹു അൻഹു അതിക്കീല് പറയുന്നില്ലേ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുസുന്നത്തിനെ ഒരിക്കലും വിട്ടുപിരിയുന്ന മാർഗം തസവൂഫിലില്ല. في حاله وفعاله ومقاله فطبعا وطابعا لا تعديلا. വെറും വസ്ത്രധാരണയിൽ മാത്രമല്ല, ഫിഹാലിഹി അവിടുത്തെ ഹൃദയാവസ്ഥയിൽ, ഹൃദയത്തിന്റെ ചിന്തയുടെ അവസ്ഥയിൽ, ഹാലറന്ന തഅല്ലുഖുൽ ഖൽബി ബില്ലാഹ്, അല്ലാഹുവും അടിമയും തമ്മിലുള്ള ഹൃദയബന്ധം. സയ്യിദുനാ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രത്യേകത എന്തായിരുന്നു? കാന ആബിദൻ ഷാകിറാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾ ശുക്ർ ദിക്ർ എന്നൊക്കെ പറയുമ്പോൾ അർത്ഥറിയാതെ കുറ്റം പറയുന്ന ചിലരെങ്കിലും ഉണ്ടാകും എന്ന് ശബ്ദം കേൾക്കാൻ. ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ കുറെ അകലെ. ഇപ്പോ മാസ് കമ്മ്യൂണിക്കേഷന്റെ കാലാണല്ലോ. ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ അവിടെ. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലാഹുവിന്റെ ഹബീബ് ഷാക്കിറായിരുന്നു. അബ്ദൻ ശകൂറാ, ഏറ്റവും നന്ദിയുള്ള അടിമയായി ഞാൻ മാറണ്ടേ എന്ന് ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു ഖസീദത്തുൽ ബുർദയിൽ പറഞ്ഞല്ലോ, ലം തുസുന്നത മൻ അഹയല്ലാ മാഹില അനിസ്തഖത് ഖദമാഹുൽ റമിൻ വറമി. നിന്ന് നിസ്കരിച്ച് കാലിൽ നീര് വന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുസുന്നത്തിനോട് നീതി പുലർത്താൻ എനിക്ക് കഴിഞ്ഞില്ല. ബുറുദ ആത്മീയ അവസ്ഥയാണ്, ചിലർക്ക് ബുറുദ ആസ്വാദനമാണ്. എവിടെ എത്തി? ബുറുദ ആസ്വാദനമാണ്. ബുറുദാണോ ആസ്വാദനാണോ? ബുറുദ ആശിഖ് മഅശൂഖിനെ കുറിച്ച് പാടിയ ഹൃദയം പൊട്ടിയ വരികളാണ്. അതിൽ ആസ്വാദനല്ലത്. എന്താ ബുറുദ? അത് ആസ്വദിക്കാനും പാടാനും ഒക്കെ പറ്റും. പക്ഷേ അതിലെ ആശിഖിന്റെ ഭാഷ മനസ്സിലാക്കണം. ഇമാം ബുസ്രി റളിയല്ലാഹു അൻഹു ഖസീദത്തുൽ ബുർദ എഴുതിയത് എവിടെ വെച്ചാണെന്നറിയോ? അലക്സാൻഡ്രിയയിലെ ബുസൈർ എന്ന കുഗ്രാമത്തിൽ അവിടുന്ന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമുണ്ടാക്കിയ ഈത്തപ്പനയോല കൊണ്ട് മറച്ചുണ്ടാക്കിയ ഷെഡിലിരുന്ന് അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ഇങ്ങനെ പാടിയതാണ്. ആ പാട്ട്, ആ ബൈത്ത്
മഹാനവറുകൾ പൂർത്തിയാക്കിയപ്പോ അദ്ദേഹത്തിന്റെ കാലിന് തളർച്ചയുണ്ടായിരുന്നു. അത് മാറി. ഏതാ ഖസീദത്തുൽ ബുർദയുടെ അവസാനം? എന്ന് തുടങ്ങുന്ന വരി. ബാൻവൃക്ഷത്തിന്റെ ഇലകളെ കിഴക്കൻ കാറ്റ് തഴുകി തലോടുമ്പോൾ അവകൾ എത്ര വട്ടമിളകുമോ അത്രയൊക്കെയും സലാത്തിന്റെ ഹബീബിന്റെ മേലിൽ ഉണ്ടാവട്ടെ. അതൊരു പ്രയോഗമാണ്. എന്താ പ്രയോഗം? നമ്മൾ പറയില്ലേ, മിൽ അസ്സമാവാതി വമിൽ അൽ അർദി റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അൽ അർദി എന്ന് പറയുന്നില്ലേ? ആകാശം നിറച്ചും ഭൂമി നിറച്ചും അല്ലാഹുവേ നിനക്കാണ് നന്ദി എന്ന് നമ്മൾ പറയാറില്ലേ? അതുപോലുള്ളൊരു പ്രയോഗമാണത്. എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാനാവാത്തൊരു പ്രയോഗം. ബാൻവൃക്ഷം, ആൽവൃക്ഷം പോലുള്ള ഒരു മര, അതിനെ കിഴക്കൻ കാറ്റ് തഴുകി തലോടുമ്പോ അതിലുണ്ടാകുന്ന ഇലകൾ ചലിക്കുന്ന എണ്ണം എത്രയാണോ അത്രയും സ്വലാത്ത് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച ഖസീദത്തുൽ ബുർദ പൂർത്തിയാക്കിയപ്പോ മഹാനവറുകൾ ഇങ്ങനെ പോവാ. അപ്പൊ ഒരു ഫഖീർ വരുന്നുണ്ട്. നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഫഖീർ എന്ന് പറയാൻ പാടില്ല. ഫഖീർ എന്ന് പറഞ്ഞാൽ കുടുങ്ങി. ഫഖീർ എന്ന് പഴച്ചതിന്റെ അടയാളാണ് അത്ര. അങ്ങനെ ഉണ്ടോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തോ കുറെ കഥ. ഫഖീർ എന്ന് പറഞ്ഞാൽ ഹലാല ഹറാമാകത്രേ, ഹറാമ ഹലാലാകത്രേ. അങ്ങനെയുള്ള ചില ആളുകൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ഓരോ പൊട്ടപ്പോയത്താണ് പറയുമ്പോ ഇതൊക്കെ മിണ്ടാതിരിക്കണം എന്നാ പറയണേ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഫഖീർ ഖൂമൂ ഇലൽ ഫുഖറാ. ബഹുമാനപ്പെട്ട ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഖീറന്മാരെ കണ്ടാൽ നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ബഹുമാനിക്കണം. അവർ അമ്പിയാക്കന്മാരെ പോലെ ശഫാഅത്ത് ചെയ്യാൻ കഴിയുന്നവരാണ്. കാരണം അവരുടെ ഭൂമിയിൽ നിന്ന് അല്ലാഹുവും അവരും തമ്മിലുള്ള സ്നേഹത്തിൽ നിന്ന് ഇബാദത്തിൽ നിന്നൊരു ഹല്ലിനെയും ഭൂമിയിൽ വെച്ച് വാങ്ങാത്തവരാണ്. ബഹുമാനപ്പെട്ട ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഫുഖറാക്കളെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണം. ഖൂമൂ ഇലൽ ഫുഖറാ. ഫഖീർ എന്ന ഭാഷയ്ക്ക്, ഖുർആനിൽ പറഞ്ഞ ഭാഷയ്ക്ക് സാങ്കേതികമായ ഒരുപാട് അർത്ഥമുണ്ട്. നമ്മള് ഷാഫി മദ്ഹബുകാർ ഫഖീർ എന്ന് പറയുന്നത് എന്താണോ ആ മേനയാണ് ഹനഫി മദ്ഹബുകാർ മിസ്കീൻ എന്ന് പറയുന്നതിനുള്ളത്. അത് ഫിഖഹിന്റെ ഭാഷ. ഞാൻ പറയുന്നത് നിരുപാധികം ഫഖീർ എന്ന് പറയുന്നതിനെ കുറിച്ചാണ്. തിരിഞ്ഞില്ല. നമ്മൾ ഫഖീർ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം വെക്കുന്നത്? ആ ഭാഷയാണ് ഹനഫി മദ്ഹബിൽ മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്നത്. നമ്മൾ മിസ്കീൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണോ അതാണ് ഹനഫി മദ്ഹബിന്റെ സാങ്കേതിക ഭാഷയിൽ ഫഖീർ എന്ന് പറഞ്ഞാൽ. അത് ഉസൂലിന്റെ കിതാബിലൊക്കെ ഉള്ള കാര്യം അതല്ല. അപ്പൊ ഏതായാലും ബഹുമാനപ്പെട്ടവരിങ്ങനെ പോകുമ്പോ ഒരു ഫഖീർ ഇരിക്കുന്നുണ്ട്. അങ്ങനത്തെ ഫഖീറന്മാരെ സൂക്ഷിക്കണം കേട്ടോ. അതിന് ഖസീദ. ഈ ഫഖീർ പറഞ്ഞു, ബുസരി ആ ഖസീദ ഉണ്ട്. അതിന് ഖസീദ എവിടെ? ഖസീദ ഇമാം ബുസരി തങ്ങളെ കുറിച്ച് പറയണ കേൾക്കുമ്പോ ചിലപ്പോ ആ പ്രസംഗകന്റെ കാരണക്കുറ്റിക്കൊന്ന് കൊടുക്കാൻ തോന്നും. മൂപ്പർ മനസ്സിലാക്കിയത് ഈ ഖസീദത്തുൽ ബുർദ അങ്ങോട്ട് എഴുതിയിട്ട് അന്നാണ് നന്നായതാണെന്നാ. കയ്യൂരട അങ്ങനെ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയാൻ. ഇമാം ബൂസരി റളിയല്ലാഹു അൻഹു അതിനു മുമ്പ് 100 കണക്കിന് ഇത് നടത്തിയിട്ടുണ്ട്. 100 കണക്കിന്. ഖസീദത്തുൽ മുദരിയ, ഖസീദ മുഹമ്മദിയ, ഖസീദത്തുൽ ഹംസിയ, ഖസീദത്തുൽ മീമിയ, ഖസീദത്തുൽ ലാമിയ, ഇങ്ങനെ ഒരുപാട് രചന അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നടത്തിയിട്ടുണ്ട്. അതല്ലേ ഇമാം ബുസീരിയുടെ പ്രത്യേകത. ആരെ ഇമാം ബുസീരിയുടെ പ്രധാന സുഹൃത്ത്? ഇമാം താജുദ്ദീൻ ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു. ആരാ ഷെയ്ഖ്? അതൊന്നും പടുമുളയല്ല. പടുമുളയിൽ ഒന്നും ഉണ്ടാവൂല. ഉള്ളിൽ ആള് വേണോ? തർബിയത്ത് ചെയ്യാൻ ആള് വേണം. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് അൽ മർസി റളിയല്ലാഹു അൻഹു ആണ് ഇമാം ബുസീരിയുടെ ഷെയ്ഖ്. ഈ ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു അഷ്റഫുൽ വറ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പാടിയത് ജീവിതത്തിന്റെ ജീവിത ഗന്ധിയായ അനുഭവ. കയ്യൂല. ഷൗഖി പറഞ്ഞല്ലോ കാര്യം. ഷൗഖിന് പരിഷ്കരണവാദമൊക്കെ പറയുന്നെങ്കിലും ഷൗഖിന്റെ ഒരു ശൈലിണ്ട്. അഹമ്മദ് ഷൗഖിന്റെ നഹ്ജുൽ ബുർദ ഒരുപാട് മുതഅല്ലിമീങ്ങളുണ്ടല്ലോ അവിടെ. ഒന്ന് ചിന്തിച്ചു നോക്കി എന്താണ് ഇതിലെ പ്രയോഗം? അല്ലാഹു യശ്ഹദു ഇന്നി ലാ ഉആരിമുഹു. അല്ലാഹു സാക്ഷിയാണ്. والماضحون وأرباب الهوى تبعوا لصاحب البردة الفيهاء ذي القدم